ഹലോ, ഇന്ന് 30 കേട്ടോ, മാർച്ച് 30. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകത ഉണ്ട്. ഒന്ന്, അമ്മണിയും കിങ്ങിണിയും അവസാനമായിട്ട് യൂണിഫോം ഇടുകയാണ് കേട്ടോ. ഇനി യൂണിഫോം ഇടുന്നുണ്ടാവില്ല. അതേപോലെ ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. 2 കൊല്ലത്തെ ബിസിനസ്സായിരുന്നു, പൊട്ടിപ്പാളീസായി അടപടലം മൂഞ്ചിയത് കൊണ്ട് ഞാൻ നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ആ 2 ദിവസമാണ്. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ലാസ്റ്റത്തെ സ്കൂൾ പോക്കല്ലേ, ഇനി സ്കൂളിൽ പോയില്ല. തിരിച്ച് കാണിച്ച അപ്പോൾ ഇതെന്താ വെച്ചാൽ ചെറിയൊരു മിനി ഫ്രെയിമാട്ടോ. അപ്പോൾ ഞാൻ കിങ്ങിണീൻ്റെ ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. കിങ്ങിണിക്ക് ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയപ്പോൾ ടീച്ചർ തന്നു. അപ്പോൾ ഞാൻ ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി ഉള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അത് ഫ്രെയിം ഇട്ട് കൊടുത്തതാട്ടോ. പിന്നെ നമ്മൾ കടയിലെത്തി, അവസാനമായിട്ട് തുറക്കുകയാണെന്നുള്ള വിചാരത്തിലാണ് പോയത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെയും തുറക്കേണ്ടി വന്നു. പിന്നെ ഇന്നലെ അമ്മണീൻ്റെ ടീച്ചർക്ക് വാങ്ങിയിരുന്ന ഡ്രസ്സ് ഞാൻ പാക്ക് ചെയ്തു കേട്ടോ. അതങ്ങനെ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പാക്ക് ചെയ്തോളം ബാഗിലൊക്കെ വെച്ചെടുത്തു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. എന്നും സ്കൂളിൽ വന്നാൽ അപ്പം തന്നെ നേരെ മേലോട്ട് പോകാറുണ്ട്, ഷോപ്പിൽ വന്നാൽ നേരെ സ്കൂളിലേക്ക് പോകാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് കുറേ നേരം അവിടെ തന്നെ വന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറൂലല്ലോ. 31-ാം തീയതി ഷോപ്പ് തുറക്കുന്നില്ല, കാരണം സ്കൂളിൽ പരിപാടിയൊക്കെ ആയതുകൊണ്ട്. അതിൻ്റെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചെന്താ വെച്ചാൽ, ഇവരുടെ പരിപാടിക്കുള്ള വാടക ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ പോയിട്ടോ. അപ്പം അതൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഫ്രണ്ട് ഉണ്ടായിരുന്നു, സൗമ്യ എന്ന പേര്, ആളുടെ കൂടെ ബാങ്കിലൊക്കെ പോകാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വന്നു, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വാരി കെട്ടിയെടുത്തു. ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ കാലിയായിട്ടോ, കട ഫുള്ള് കാലിയാക്കി. പിന്നെ 1-2 പരിപാടി ഉള്ളത്, നമ്മൾ ഒട്ടിച്ചിരുന്ന QR കോഡ് വയ്ക്കുക, പിന്നെ അതേപോലെ കടേൻ്റെ നമ്മളെ ഫ്രെയിം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പേരൊക്കെ, അതവിടുന്ന് പറിച്ചെടുക്കണമായിരുന്നു. പിന്നത്തേക്ക് വെച്ചാൽ എന്താ വെച്ചാൽ അതെല്ലാവർക്കും ഒരു ബാധ്യതയായി മാറിയെന്നുള്ള സംശയം കൊണ്ട് ഊരിയതാട്ടോ. നമ്മുടെ കടേൻ്റെ പേര് ഇതാ ക്ലാസിക് ക്യാബിൻ ആയിരുന്നു, ഇപ്പം അല്ല. അതേപോലെ QR കോഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറിച്ചു കിട്ടോ. ഇല്ല വെച്ചാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അതൊക്കെ പറിച്ചു ഒഴിവാക്കി. എനിക്ക് കട കിട്ടുമ്പോൾ ഒരു വൃത്തിയായിട്ട കോലത്തിലായിരുന്നു, ഞാനതിങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ. അതിനിടയിൽ കിങ്ങിണീൻ്റെ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ, ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുക്കുക. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണ്, ഒപ്പനേൻ്റെ പ്രാക്ടീസാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളുള്ളൂ, അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ബോർഡ് ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ഓട്ടോ വിളിച്ചത്. ബോർഡ് ഇച്ചിരി വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു കസേര ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചാർട്ട് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വീട്ടിലോട്ട് എടുത്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൊടുത്ത് ഒഴിവാക്കിയിട്ടാണല്ലോ. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യണതും ഒക്കെ. എപ്പോഴെങ്കിലും കാണാനും ഓർത്തിരിക്കാനും നല്ലൊരു പാഠമാണ്. ഈ 3 കൊല്ലം കൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളും നല്ല കമ്പനിക്കാരും തന്നു. അപ്പോൾ അതിനൊരുപാട് നന്ദിയുണ്ട്. സപ്പോർട്ട് ചെയ്യുക.